ഇന്ദിരാഗാന്ധിയെയും നരേന്ദ്രമോദിയെയും താരതമ്യം ചെയ്ത് മുതിർന്ന കോൺഗ്രസ് നേതാവും രാജസ്ഥാൻ മുഖ്യമന്ത്രിയും ആയ അശോക് ഗെഹ്ലോട്ടിന്റെ പ്രസ്താവന. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. അദ്ദേഹം പറയുന്നു, ഇന്ദിരാഗാന്ധി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ BJPയെ നിരോധിക്കുമായിരുന്നു. തന്റെ 50 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ രാജ്യം ഇത്രയും അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് കണ്ടിട്ടില്ല എന്ന് പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ താൻ പറയുകയാണ് എന്നും ഗെഹ്ലോട്ട്. ഉത്തർപ്രദേശിലെ 403 നിയമസഭാ സീറ്റുകളുണ്ട്. ഈ സീറ്റുകളിൽ ഒരൊറ്റ സീറ്റിൽ പോലും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താൻ BJP തയ്യാറായോ എന്ന് അശോക് ഗെഹ്ലോട്ട് ചോദിക്കുന്നു. മതത്തിന്റെ പേരിൽ വോട്ട് പിടിക്കുന്നതും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതുമാണ് BJPയുടെ രീതിയെന്ന് ഗെഹ്ലോട്ട് ആരോപിച്ചു. രാജ്യത്തെ ഭരണഘടന എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശമാണ് നൽകുന്നത്. എന്നാൽ കേവലം ഹിന്ദുത്വവാദികളെ പ്രകോപിപ്പിച്ചും വശത്താക്കിയും ഭരണം നിലനിർത്താനാണ് BJPയുടെ ശ്രമം. തിരഞ്ഞെടുപ്പിൽ മതം ഉപയോഗിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. ഇന്ദിരാഗാന്ധിയെ പോലുള്ള ഒരു കരുത്തുറ്റ നേതാവ് ഇന്ന് രാജ്യം ഭരിക്കുന്നുണ്ട് എങ്കിൽ മതത്തിന്റെ പേരിൽ മാത്രം രാഷ്ട്രീയം കളിക്കുന്ന BJPയെ അവർ നിരോധിക്കുമായിരുന്നു. ഖാലിസ്ഥാൻ രൂപീകരിക്കാൻ അനുവദിക്കാതെ ഇന്ദിരാഗാന്ധി സ്വന്തം ജീവൻ ബലി നൽകി. രാജീവ് ഗാന്ധിയും രാജ്യത്തിന്റെ ഐക്യത്തിനായി രക്തസാക്ഷിയായി. എന്നാൽ ഇന്നത്തെ ഭരണാധികാരികൾ രാജ്യത്തെ ദുർബലപ്പെടുത്തുകയാണ് എന്നും അശോക് ഗെഹ്ലോട്ട് പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. ഇലക്ഷൻ കമ്മീഷൻ BJPയുടെ ഏജന്റായി മാറിയിരിക്കുന്നു. ജുഡീഷ്യറിയും CBI, ED, ഇൻകം ടാക്സ് തുടങ്ങിയ കേന്ദ്ര ഏജൻസികളും കടുത്ത സമ്മർദ്ദത്തിലാണ് പ്രവർത്തിക്കുന്നത്. പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടാൻ ഇവരെ ദുരുപയോഗം ചെയ്യുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയം ഇനി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമായി മാറണമെന്നും ഇന്ത്യ സഖ്യം ഒന്നിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിക്കണമെന്നും ഗെഹ്ലോട്ട് ആവശ്യപ്പെട്ടു. ജയ്പൂരിൽ മൗലാന അബുൽ കലാം ആസാദ് വെൽഫെയർ സൊസൈറ്റി സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കവെയാണ് ഗെഹ്ലോട്ടിന്റെ വിവാദ പരാമർശം. എന്നാൽ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ BJP നേടിയ നേട്ടം അത് ആയിരിക്കണം ഇദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു പരാമർശത്തിന് പിന്നിൽ എന്ന് നമുക്ക് ഒരു വിശകലനം നടത്താം. ഇന്ദിര ഭരിച്ച ഒരു രീതി, നരേന്ദ്രമോദി ഭരിക്കുന്ന രീതി, ഇത് തമ്മിലുള്ള വ്യക്തമായ സമാനതകളുണ്ട്. അതിലൊന്ന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അന്ന് എങ്ങനെ പരിഗണിച്ചു, ഇപ്പോൾ എങ്ങനെ പരിഗണിക്കുന്നു എന്നതാണ്. മോദി ഭരണകാലത്ത് എന്ന പോലെ ഇന്ത്യയുടെ പരമോന്നത തെരഞ്ഞെടുപ്പ് ഭരണസമിതി ഇന്ദിരാഗാന്ധിയുടെയും നല്ല ഒരു പുസ്തകങ്ങളിൽപ്പെട്ടതായിരുന്നു. അവർ അധികാരത്തിൽ തുടർന്നപ്പോഴും സ്ഥാപനത്തിനും അതിന്റെ പരിപാലകർക്കും ഈ സ്ഥാനം നിലനിർത്താൻ സാധിച്ചു. നരേന്ദ്രമോദിയും ഇന്ദിരയും മറ്റൊരു ജനാധിപത്യ സ്ഥാപനം ഉപയോഗിച്ചു. അതാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. തങ്ങളുടെ വിമർശകരെയും പ്രതിപക്ഷത്തെയും ഭയപ്പെടുത്താനും നിശബ്ദമാക്കുന്നതിനുമായി CBIയും EDയും മോദിയെ പോലെ ഇന്ദിരയുടെയും ആയുധപ്പുരയിലെ ശക്തമായ ആയുധങ്ങളായിരുന്നു എന്ന വിശകലനങ്ങൾ പലപ്പോഴും ഉയരാറുണ്ട്. എന്നിരുന്നാലും ഒരേ ഒരു വ്യത്യാസം, അന്ന് കോൺഗ്രസ് അതൊരു പ്രഹരമേൽപ്പിക്കുകയായിരുന്നു എന്നാണ് ഇന്ദിരയുടെ രീതികളെക്കുറിച്ച് വിശകലന വിദഗ്ധർ പറയുന്നത്. കോൺഗ്രസിനെ പോലെ പ്രതികാരമായി അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമായത് ഒന്നും BJPക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത്. എന്നാൽ ഇതെല്ലാം ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അല്ലെങ്കിൽ രാജ്യത്തെ ജനാധിപത്യം എങ്ങനെ മുന്നോട്ട് പോകണം എന്നതുകൊണ്ടുള്ള രീതികൾ, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ, അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് കേന്ദ്ര സർക്കാർ ആയാലും നരേന്ദ്രമോദി സർക്കാർ ആയാലും ഒക്കെ. എന്നാൽ EDയെ ഉപയോഗിക്കുക, CBI ഉപയോഗിക്കുക, ഇതുപോലുള്ള കേന്ദ്ര ഏജൻസികൾ കൊണ്ട് രാജ്യത്തെ ചില സുപ്രധാന പ്രശ്നങ്ങളിൽ ഒരു തീർപ്പ് കൽപ്പിക്കുക അല്ലെങ്കിൽ പരിശോധനകൾ നടത്തുക, റെയ്ഡുകൾ നടത്തുക എന്ന് പറയുന്നത് രാജ്യത്ത് സുശക്തമായ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയും അതുപോലെ തന്നെ രാജ്യത്ത് കുറ്റകൃത്യങ്ങളെല്ലാം ഒഴിവാക്കുക എന്നുള്ള അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ള ഒരു തീരുമാനത്തിന്റെ പിന്നിലുള്ള ഉദ്ദേശങ്ങൾ തന്നെയാണ്. എല്ലാ ജനാധിപത്യ സ്ഥാപനങ്ങളും പ്രധാനമന്ത്രിയുടെ ഓഫീസിന് എപ്പോഴും വിധേയവും വിശ്വസ്തവുമായി മാറുന്നു എന്ന് ഉറപ്പാക്കുന്നതിന്റെ ഏക ലക്ഷ്യം ഇന്ദിരയ്ക്കും മോദിക്കും എല്ലാവരെയും അവരുടെ പാതയിലേക്ക് നയിക്കുകയും അവരുടെ അജണ്ട നിറവേറ്റുകയും ചെയ്യുക എന്നതായിരുന്നു എന്ന വിലയിരുത്തലുകൾ ഒരിക്കലും ശരിയായ ഒരു സംഗതിയല്ല. കാരണം രണ്ട് പ്രധാനമന്ത്രിമാർ ഭരിച്ചിരുന്നപ്പോൾ രണ്ട് പ്രധാനമന്ത്രിമാരുടെയും ആ ഒരു രീതികൾ അത് വ്യത്യസ്തമായിരുന്നു എങ്കിൽ പോലും രാജ്യത്തിന്റെ സുശക്തമായ ഒരു നിലനിൽപ്പിന് വേണ്ടി, രാജ്യത്തിന്റെ സുശക്തമായ ഒരു വ്യവസ്ഥയ്ക്ക് വേണ്ടി രണ്ട് പ്രധാനമന്ത്രിമാരും പ്രവർത്തിച്ചിരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പരമമായ ഒരു വസ്തുത എന്ന് പറയുന്നത്. എന്തായാലും ഒരു ഭരണം മാറുമ്പോൾ ഇപ്പോൾ BJP ഭരിക്കുന്നു, അതുകൊണ്ട് തന്നെ BJP കൂടുതൽ കുറ്റപ്പെടുത്താൻ കോൺഗ്രസിലുള്ളവർ ശ്രമിക്കും. മറിച്ചും ഉണ്ടാകും. കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിൽ BJP തിരിച്ച് കോൺഗ്രസിന്റെ കുറ്റങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യും. എന്തായാലും നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും അത് എത്രത്തോളം നല്ല രീതിയിലാണ് പോകുന്നത് എന്നത് ലോക രാജ്യങ്ങൾ ഇന്ന് ഇന്ത്യയെ പരിഗണിക്കുന്ന ആ ഒരൊറ്റ സംഗതിയിൽ നിന്ന് തന്നെ വ്യക്തമാകും. ഈ മുസ്ലിം സ്ഥാനാർത്ഥികളെ UP നിയമസഭയിൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്തിയില്ല എന്ന് പറയുന്നത് ഒരു കാരണമല്ല. വേറെ പല മേഖലകളിലും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പലരെയും നരേന്ദ്രമോദി സർക്കാർ ആകട്ടെ യോഗി സർക്കാർ ആകട്ടെ എല്ലാവരും പരിഗണിക്കുന്നു എന്നത് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കുന്ന ഒന്നല്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.